എന്താ നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാളെയും കല്ല് വെച്ച് എറിയരുതെന്ന്. എറിഞ്ഞ എന്ത് വേദനയാന്ന് അറിയാമോ? അത് കൊള്ളുകയും ചെയ്യുമേത്ത്. സോറി ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി എന്ന് നീ പോയി ചിണുങ്ങാതെ പോയി റെഡിയാവാൻ നോക്കിക്കേ. നിനക്ക് എന്താ പറഞ്ഞു? ഡാഡി എന്താ പറഞ്ഞിട്ടുണ്ടാവും? പോണ്ടാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തോ അമ്മ പറഞ്ഞു, സത്യം പറ. അമ്മ പറഞ്ഞാണ് പറയാതെയാണോടി ഞാൻ. കഷ്ടമുണ്ട് ഡാഡി. എന്താ തക്കിളി മോളെ, ഡാഡി നിന്നെ കൊണ്ടുപോകില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരുമിച്ച് ടൂറ് പോകാം. നീ വലിയ കൊച്ചാണ്, അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ടൂറൊന്നും പോകണ്ട. നമ്മളോടെ പോകുമ്പോഴാണ് നമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂർ പോകുമ്പോഴത്തേനും മക്കൾ രണ്ട് കൂട്ടുകാരികളെയും കൂടി വിളിച്ചോ. തക്കിളി മോളെ, നീ നിന്ന് ചിണുങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ഡാഡി സമ്മതിക്കില്ല. കുറച്ച് പൈസ ആ പൈസയുടെ തന്നെയല്ലേ ഡാഡിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ അതോ? ഡാഡിക്ക് എന്ത് കുഴപ്പം? നിന്നെ പോലെ തന്നെ ഞാനും വളർന്നത്. ഇങ്ങനെ ഓരോ പിള്ളേർ ഓരോന്ന് പറയും, അല്ലെങ്കിൽ സ്കൂൾ ഓരോന്ന് പറയുമ്പോഴത്തേനും അതിനനുസരിച്ച് തുള്ളാനൊന്നും പറ്റൂല. ഇതിപ്പോ പഠിക്കാനല്ലേ ഞാൻ പോണത്. അയ്യോ അതൊന്നും പറയണ്ട. അതിന്റെ മോള് പറ്റിക്കണത്. പഠിക്കൊന്നും നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ടൂർ പോയി പഠിക്കണ്ട. അത് കുഴപ്പമില്ല, പിള്ളേരോട് പറഞ്ഞുതരാൻ പറഞ്ഞാൽ മതി. ടൂർ പോയി നിനക്ക് എന്താടി കൊച്ചെ പറഞ്ഞാ മനസ്സിലാവാതെ? പോയി റെഡി ആയിക്കപ്പോ. അമ്മ പറഞ്ഞു ഡാഡി സമ്മതിക്കൂല. ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞ. നീ അവിടെ തന്നെ നിന്നോ, അവിടെ തന്നെ നിന്നോ. ഇതെന്താ ഇത്ര നേരത്തെ പോണേ? നേരത്തെ പോണതാ? എനിക്ക് MLA കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്ന. MLA എന്നെക്കാളും തിരക്കുള്ള ആളാ. എന്നെ നോക്കി നിൽക്കൊന്നുമില്ല. അതിനാ MLA എഴുന്നേറ്റ് വരട്ടെ. നീ എന്താ ഈ പൊതുപ്രവർത്തകരെ കുറിച്ച് വിചാരിക്കണേ? അയാളൊക്കെ 5 മണിക്ക് എഴുന്നേക്കുന്ന ടീമാ. ഇതെന്ത് സ്കൂൾ? ഇതെന്ത് പോവാതെ ഇങ്ങനെ നിക്കണേ? അവിടെ എന്താണ്ടൊക്കെ പറയണ്ട്. ചോദിച്ചു നോക്ക് എന്താന്ന്. ഡാഡി, ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് പോയില്ലേ? ഡാഡി പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? അന്വേഷണ സ്ഥലത്തായില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ച് ഞാൻ ഡാഡി അടുത്ത് പറഞ്ഞൊക്കെ തന്നെ. ഈ വർഷം അങ്ങനെ ട്രിപ്പ് വന്നു ഡാഡി. പഠിക്കാനുള്ളത് ഈ വർഷം കുറച്ചുകൂടെ ഉണ്ട് പഠിക്കാൻ. നെയ്യാർ ഡാമിൽ പോയി പഠിക്കാനല്ലേ മക്കളെ? അവിടെ പാർക്കിലും പിന്നെ മുതലയും ബോട്ടും. അല്ല, പ്രകൃതി ഭംഗിയെ കുറിച്ച് നെയ്യാർ ഡാമിലെ പ്രകൃതി ഭംഗിയെ കുറിച്ച് നീ പഠിക്കാനെന്ന് അത് വേണ്ട. ഡാഡിയോട് അതെ, ഇപ്രാവശ്യം ആ പഠിക്കാനുള്ള ടൂറ് മോള് പോണില്ല. അത് പോണ്ട, അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. നീ പറഞ്ഞില്ലേ ഒന്ന് അവളുടെ അടുത്ത്? എന്താന്ന് ഉണ്ടായത്? ഓഹോ, 250 രൂപയല്ലേ ഉള്ളൂ അല്ലേ മോളെ? 250 രൂപയ്ക്ക് 250 രൂപ തന്നെ വേണം കേട്ടോ. അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. കുട്ടികളെ ആരായാലും പൈസ ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കള്ളം പറയല്ലേ ഡാഡി, ഉണ്ടായിട്ട് എനിക്ക് തരാതിരിക്കല്ലേ? ഡാഡിയുടെ പോക്കറ്റിൽ പൈസ ഞാൻ കണ്ടല്ലേ? അതെ, അത് പാർട്ടി ഫണ്ടിന്റെ പൈസ. അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതാ. അല്ലാതെ ഡാഡിക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചെലവാക്കി എനിക്ക് 250 രൂപ ചെലവാക്കില്ലേ? തക്കളി, ചെറിയ വായിൽ വലിയ വർത്താനം കൂടുന്നുണ്ട് കേട്ടാ. അതെങ്ങനെ തള്ളയെ കണ്ടല്ലേ ഓരോന്ന് പഠിക്കുന്നത്? തള്ളനെ കണ്ട് എന്ത് പഠിച്ച്? എന്താ പഠിക്കാത്തത്? എന്റെ മാത്രം കൊച്ചൊന്നല്ല, നിങ്ങളുടെ ചോരയത്. എടി, ചോര എന്റെ ആണെങ്കിലും കിടന്നത് 10 മാസം നിന്റെ വയറ്റിലല്ലേ? നിന്നെ കൊണ്ടു കിടന്നപ്പോ ഉള്ള എല്ലാം നിന്റെ ചിന്തയും നിന്റെ പ്രവൃത്തിയും അതെല്ലാം കേട്ട് തന്നെയാണ് ഇവളിങ്ങനെ ആയത്. അതെ, ഇത് എന്റെ കുടുംബ പ്രശ്നം. അത് ഞാനിവിടെ അങ്ങ് പരിഹരിച്ചോളാം. സാറിന്റെ ആവശ്യമില്ല. ഞാൻ ഈ കുടുംബത്തുള്ളതല്ലേ? കുടുംബക്കാര്, നിങ്ങളൊക്കെ കുടുംബക്കാര് തന്നെയാണ് ഈ പെണ്ണിനെ എത്രയും വഷളാക്കിയത്. കൊഞ്ചിച്ച് ലാളിച്ച് വേറും ഒരു വകയും പറഞ്ഞ കേൾക്കാതെ അനുസരണ ഇല്ലാതെ ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലോ. ഒന്നായാലും ഓലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാണ്. എന്താ പ്രശ്നം ഇപ്പൊ? എന്താണ്? എനിക്ക് ഇത്ര മാത്രം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ആവശ്യത്തിന് അവള് പൈസ ചോദിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ വേണ്ട. അതിനിങ്ങനെ കിടന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നം സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു മിസൈൽ ട്രംപിന് അയച്ചു. അപ്പോൾ ട്രംപിന് ആ മിസൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ വലിയ മിസൈൽ അയക്കാമോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. പറ്റുമെങ്കിൽ നീ ഒരെണ്ണം വലുത് അയച്ചു കൊടുക്കും ട്രംപിന്. തക്കളിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കളി വളർന്ന് വേറും കഴുതയാവുക. എന്ത് ഒന്നല്ലെങ്കിൽ ആ പോയ മനുഷ്യൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇവള് മനസ്സിലാക്കണം. ഇത് രണ്ടുമില്ല. അവിടെ നിന്നോ, നീ സ്കൂളിൽ പോണ നേരം ആകുമ്പോഴത്തേനും വിളിച്ചോണ്ട് വാ. അപ്പൊ അതാണ് കാര്യം. എന്നാ ടൂറിന് പോകേണ്ടത്? ഈ ആഴ്ച എപ്പോഴും ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കറക്റ്റ് ആയിട്ട്. എന്ത് നമ്മൾ പൈസ കൊടുക്കണം? എത്ര രൂപ പറഞ്ഞേക്കണേ? 250 രൂപയുള്ളൂ. കൂടുതൽ 250 രൂപ വേണ്ടേ മക്കളെ? അപ്പൊ ഡാഡി എന്ത് പറഞ്ഞു?
ഡാഡിന്റെ കയ്യിൽ പൈസയൊക്കെ കിട്ടി. ഇന്നലെ ഞാൻ കണ്ട് ഡാഡിനെ പോകട്ടെ പൈസ. സങ്കടപ്പെടല്ലേ നീ, കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഡാഡി തരണില്ല അമ്മ. ഡാഡിനെ കാണൂലായിരിക്കും. പിന്നെ മാത്രമല്ല മക്കളെ, ഈ പറഞ്ഞ കണക്ക് നമ്മള് ഈ ഒറ്റയ്ക്ക് ഇനിയിപ്പം പണ്ടൊക്കെ മക്കളെ ഒറ്റയ്ക്ക് വിടുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഡാഡി എനിക്കൊന്നും ചെയ്തു തരൂല. ഞാൻ എന്ത് ചെയ്യാത്ത ഒന്നും ചെയ്യുന്നില്ല ഇപ്പോ? കഴിഞ്ഞ വർഷം ടൂറിന് വിടാന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പറഞ്ഞപ്പോ ഡാഡി നമുക്ക് ടൂറിനൊക്കെ പോവാം. മെഡിക്കേറ്ററിക്ക് നല്ല മെഡിക്കേറ്ററി കേട്ടാ. ഒന്ന് പൈസ ഉണ്ടായിട്ട് എനിക്ക് തരായിരുന്നത്. അങ്ങനെ പൈസ ഒന്നും കാണൂല. ഇനിയിപ്പം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടിക്കാന്നും പറഞ്ഞു എന്നിട്ട് ഒലക്കൊക്കെ അടിക്കണമെന്ന്. അതൊക്കെ തമാശ പറയണല്ലേ. എനിക്ക് വിഷമമായി. അങ്ങനെ ഒലക്കൊക്കെ അടിക്കുമോ? ആരെങ്കിലും ഒലക്കൊക്കെ അടിക്കുമോ? എങ്കിൽ ആടെ ഡാഡി അച്ഛൻ മാമ ഇടിച്ചു കൊല്ലും. ഇടിക്കട്ടാ? എന്താ? അപ്പൊ അങ്ങനെ പ്രശ്നം തന്നെയായിരിക്കും കേട്ടാ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളപ്പോ കൃത്യം റെഡി ആയുള്ള സമയമായിട്ട് വരുന്നുണ്ട്. പോവാൻ പറ്റും എനിക്ക്. പോവാന്നേ ഉറപ്പല്ലേ? ഇനി കയറണ്ടല്ലോ. ഇത് കഴിഞ്ഞില്ല ഇതുവരെ. എഴുന്നേറ്റ് നീ ഇങ്ങോട്ട് സ്കൂൾ വണ്ടി പോകുന്നു. പേര് കൊടുക്കട്ടെ? പേര് കൊടുത്ത മക്കള് മാമല്ലേ എന്ത് മുടി ഇങ്ങനെ? കെട്ടിട്ടുണ്ട്. പോ വേഗം ആവട്ടെ. കണ്ണടച്ചിട്ട് പോ, കണ്ണടച്ചിട്ട് പോ. നമുക്ക് ടൂറിന് പോകാം കേട്ടാ. വല്ലപ്പാടി ഒരു ടൂർ പോകുമ്പോ പിള്ളേർക്ക് ഓടുന്നത് വിട്ടൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞു. നീ ഇങ്ങനെ കൊഞ്ചിക്കല്ലേട്ടാ പെണ്ണിനെ. ഒന്നല്ലടി ഉള്ളത്. അവിടെ ഇരുന്നിരുന്ന ഒരു കാര്യം പറയുമ്പോ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ എന്താണ് പിന്നെ ഒരു അച്ഛനും അങ്ങനെ പറയണതിനൊന്നും തുള്ളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നാളെ അത് ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ലോകം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അവള് പറഞ്ഞത്. അവളെ കൂട്ടുകാരില്ല ഇവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞ അല്ല ഫ്രണ്ട്സിനോട് പോകുമ്പോൾ വേറൊരു സുഖമാണ്. അത് ശരിയല്ലേ? ഇപ്പൊ നമ്മള് അങ്ങനല്ലേ കൂട്ടുകാരുടെ പോകുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. എനിക്കറിയില്ല, എന്നെ എന്റെ ആങ്ങളെയും വിട്ടിട്ടില്ല, എന്റെ അച്ഛനും വിട്ടിട്ടില്ല. ഇനിയിപ്പോ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സ്കൂളാണ് പഠിച്ചത്. അപ്പൊ ഓരോ കാലം കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ആ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കും. നാളെ അവളെ മക്കളെ അവളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും. അമ്മ എന്തേ? അമ്പലത്തിൽ പോയി. അമ്മ അവളോട് അമ്പലത്തിൽ പോയി. ശരി, ഞാൻ ചെല്ലട്ടെ എന്നാ. ആ പെണ്ണ് കരഞ്ഞു ചോദിച്ചോണ്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ഇനിയിപ്പോ ഇത് കാലത്തെയാണ് MLA എന്നെ വിളിച്ച് പറഞ്ഞ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ MLA വരാന്ന് പറഞ്ഞിരുന്നത്. പിള്ളേരുടെ കാര്യമല്ലേ, നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. എനിക്കുമില്ലേ പിള്ളേർ, നിനക്കും ഉണ്ടല്ലേ പിള്ളേർ. സംഭവം ഇവരിപ്പോൾ സമരം ചെയ്യുന്നത് ആവശ്യമുള്ളൊരു കാര്യത്തിന് തന്നെയാണ്. ഞാനതല്ല, ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ എൻ്റെ വീട്ടിലെ തക്കളി ഞാനുമായിട്ട് ചെറിയൊരു പിണക്കത്തിലാണ് ഇറങ്ങിയ വീട്ടിൽ. അതെന്താ പ്രശ്നം? അവർക്ക് സ്കൂളിൽ നിന്ന് മറ്റേ ടൂറ് പോകണം, നെയ്യാർ ഡാമിൽ. ഒരു കാര്യമില്ലാന്നേ, സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ പിള്ളേരെ വെറുതെ അവിടെ ഇവിടെ കൊണ്ട് കറക്കിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ടൂറിന് വിട്ടു. ഇപ്രാവശ്യം ടൂറിന് പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളിയാ, കൊച്ചല്ലേ അതിന് ഇപ്പോഴല്ലേ അളിയാ ടൂറിനൊക്കെ വിടേണ്ടത്. അതെ, കൊച്ചെന്ന് പറഞ്ഞാൽ അത് പെങ്കൊച്ചാണ്. ആ കാര്യം നീ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ വർഷം ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ടൂറിന് വിട്ടു. ഇപ്പോൾ അവൾ പഴയ പോലെ അല്ല. പെൺപിള്ളേരെയൊക്കെ ഒരു കണക്കിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാവും. കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അതെ, പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അവർക്ക് നമ്മൾ താലോലിച്ച് നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് രക്ഷിതാക്കൾ അവരെ താലോലിച്ച് കൊണ്ടുവരാൻ. നിനക്ക് 2 ആൺപിള്ളേരല്ലേ, അതുകൊണ്ട് നിനക്കത് പറയാൻ സാറേ. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ അവളെ പറഞ്ഞില്ലേ, കുറച്ച് അടുപ്പ് ഒതുക്കുകയും ചിട്ടയോട് കൂടി തന്നെ വളരണം. ഇപ്പൊ ഈ പിള്ളേർ സമരം ചെയ്യുമ്പോൾ ആവശ്യമുള്ളൊരു കാര്യത്തിന് നമ്മൾ സമരം ചെയ്യട്ടെ, ഞാൻ അതിനെ എതിർക്കൂല. പക്ഷേ ഈ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് എല്ലാവരും ടൂർ പോകുമല്ലോ. ഞാൻ എവിടെയെല്ലാം ടൂർ പോകുമല്ലേ. എൻ്റെ അളിയൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷെ ആ കൊച്ചിനൊന്ന് ടൂർ വിടുന്നതിന് എന്തുകൊണ്ട് കുഴപ്പം? നിനക്കാന്നും പറഞ്ഞാൽ മനസ്സിലാക്കണം. നീ ഒരു പെങ്കൊച്ചിന്റെ തന്തയായിരുന്നെ നീ ഇത് പറയില്ലായിരുന്നു. അപ്പൊ പെമ്പിള്ളേരെ ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങനെ വിടാനൊന്നും പാടില്ല. ഇനി അവള് കല്യാണം കഴിഞ്ഞാൽ അവളെ കെട്ടിയും കൊണ്ടുപോട്ടെ ടൂർ. ഞാൻ തങ്കത്തിനെ ഇവിടെ എല്ലാം കൊണ്ടുപോകും. നീ തങ്കത്തിനെ കൊണ്ടുപോകുന്ന ഇവിടുന്ന് പാലക്കല്ലേ കൊണ്ടുപോകുന്നത്, അവിടെ തിരിച്ചു ഇങ്ങോട്ടും കൊണ്ടുവരും. പാല എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അങ്ങനെ അറിഞ്ഞുകൂടാത്തണ്ട. ഈ അവിടുത്തെ ആ റബ്ബറിന്റെ കാറ്റും അവിടുത്തെ ആ കുളിരും അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സ്നേഹവും അതൊക്കെ ഒന്ന് വേറെ തന്നെ. പാല ഇപ്പൊ മൂന്നാറാ. മൂന്നാറൊന്നും അതിന്റെ മുമ്പേ വരൂല. ആ റബ്ബറിന്റെ കാറ്റും ആ റബ്ബറിന്റെ മണമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര. വാ വാ വാ. ഒത്തിരി എണ്ണ ഇട്ടെങ്കിൽ നീ പോവാണോ? ഇറങ്ങിടി. കഴിക്കണല്ലേ? വാ. ഞാൻ കഴിച്ചായിരുന്നു, അവരുണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. ഇതേ പുട്ടുണ്ട്, നല്ല ഒന്നാന്തരം പുട്ടും നല്ല നാടൻ ഏത്തപ്പഴം. വാ. വേണ്ട, ഞാൻ കഴിച്ചു.
എന്ത് പണി നിനക്ക് പുട്ട് ഇഷ്ടമാണല്ലോ വാടാ. പുട്ട് വേണ്ട, പഴം കിട്ടോ? എന്തോ പഴം കിടത്തോ? നാടൻ പഴമൊക്കെയാണ്, പുട്ടിന്റെ കൂടെ തിന്നാക്കി തരാം. നീ പഴം കിട്ടാ? പഴകുതിരി പഴുത്ത പഴമാണി? അല്ലടാ, ഇവിടെ ഏത്തക്ക, പച്ച ഏത്തക്കായ പുട്ടിന്റെ കൂടെ തിന്നണേ. അല്ല, പഴുത്താണെങ്കിൽ മതിയായിരുന്നു. ആ, ഇതിന് ചെറുതില്ലായിരുന്ന? ചെറുതാടാ രോഹി, നാടൻ കായല്ലേ. എന്നിട്ട് എന്നിട്ട് എന്ത് പോ പോ. ഇത്ര പോരടി, നല്ല പഴുക്കാത്തുണ്ട്. കൊണ്ടുവന്ന് തിന്നണ്ട, ഞാൻ തിന്നോളാം. ആ പതുക്കെ പതുക്കെ വിഴുങ്ങ്. ഉച്ചക്ക് വരില്ലേ നീ? ഹലോ, ആ ഹംസക്ക, ഞാൻ വീട്ടിലുണ്ട്. മക്കളെ എന്തു പറ്റിയതാ? ശരി ശരി, ഞാൻ വരുന്നു. എന്താ തക്കളി ഹംസക്കയുടെ കട അവിടെ നിൽക്കുന്നു. പോയില്ലേ? അല്ല, അവളവിടെ നിന്ന് കരയാ. കരയണോ? ആളൊക്കെ കൂടിയിരിക്കുന്നു. നീ വരണ്ട, ഞാനല്ലേ പോകുന്നത്, ഞാൻ പോവല്ലേ. എന്തുകൊണ്ട് ഞാൻ വിളിച്ചോളാം നിന്നെ? വേണ്ട, ഞാൻ വരാം. നീ സമാധാനിട്ടിരിക്കേ, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിൽക്കല്ലേ, കരണമെന്നേ ഉള്ളൂ, വേറെ എന്തെങ്കിലും കാര്യം. നീ അവിടെ നില്ലേ, ഞാൻ എന്തെങ്കിലും വിളിച്ചോളാം. ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിറയെ പിരിവ് തുടങ്ങാനുള്ളതാണ്. ചുമ്മാ ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ശരിയാവില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ആ പ്രസ് കൊടുക്കരുതെന്ന്. ഇവൻ കൊടുത്ത പ്രസ് ലേറ്റാണ്. ഇവിടെ എന്തിനാ വിളിക്കണേ? അതങ്കം പോലീസ് സ്റ്റേഷൻ തക്കളിയോ? ഹലോ, അതെ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. നിങ്ങൾ ഞാൻ വന്നിട്ട് പറയാം. നിങ്ങൾ കാര്യം ചെയ്യും, പാർട്ടി ഓഫീസിലോടോ. അതെ, നടായ നിന്റെ കാശ് കൊടുത്തേക്ക് കേട്ടാ. പൈസ ഇല്ല. എന്തുകൂടെ രാവിലെ അങ്ങ് ഇറങ്ങിക്കണം. ഓ, ഞാൻ കൊടുത്തോളാം. ശരി, ഒന്നും പറയണ്ട, മക്കള് ഭയങ്കര പേരായി പോയില്ലേ. സ്റ്റേഷനിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മിടിക്കുന്ന പറയുന്ന എല്ലാരും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അവിടെ ബസ്സിനകത്ത് നിൽക്കായിരുന്നു. ബസ് വരാൻ അല്പം ലേറ്റായി. അപ്പൊ ആ സമയത്ത് ഒരു സ്ത്രീയാൻ കണ്ടിങ്ങോട്ട് അവിടെ നടന്നു വരികയായിരുന്നോ. എന്താ മക്കളെ, രണ്ട് ചെറുപ്പക്കാര് ബൈക്കിൽ വന്നു. അമൃത ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ. നമസ്കാരം. നമ്മൾ അമൃത ന്യൂസിൽ നിന്നാണ്. മോള് വളരെ സാഹസികമായിട്ട് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞു. അപ്പൊ ആ ഒരു ന്യൂസ് ഒന്ന് കവർ ചെയ്യാൻ വന്നതാ. അതെ, മോളിങ്ങനെ ഞാൻ മോളുടെ ഡാഡിയാ. അല്ല, സാഹസികമായ സ്ത്രീ രക്ഷപ്പെടുത്തിയതിനെ പറ്റി ചോദിക്കായിരുന്നു. അല്ല, അത് തന്നെ, അത് പറഞ്ഞുതരാം. ഇത് മാമനാവളുടെ, എൻ്റെ മോളായോണ്ട് പറയുകയല്ല. മോള് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു വൃദ്ധ എന്ന് തന്നെ പറയാം, ഒരു തീരെ അവശ്യമായ ഒരു വൃദ്ധ തലയിൽ അവർ മാർക്കറ്റിലേക്ക് പോകാൻ എന്തോ ഈ മൺചട്ടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോളെ നിന്നതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങ് കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ് ആ മൺചട്ടിയെല്ലാം പൊട്ടി ആ കൊട്ടയെ വീണ് എൻ്റെ മോൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. പറയട്ടെ, അവള് വളരെ സാഹസികമായി ഈ വൃദ്ധയെ ഇങ്ങനെ എടുത്തുയർത്തി തൊട്ടടുത്ത് നിന്ന് വന്ന ഒരു പോലീസ് ജീപ്പ് അതുവഴി വരികയായിരുന്നു. നമ്മൾ പോലീസ് ജീപ്പ് കൈ കാണിച്ചിട്ട് പോലീസ് ജീപ്പ് നിർത്തി പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ വൃദ്ധയുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. അല്ല, അത് അവൾക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ആ ഒരു അഹങ്കാരമല്ല എൻ്റെ കുട്ടിക്ക്. എന്ത് ചെയ്താലും അത് പുറത്ത് മറ്റുള്ളവർ കാണുക അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എൻ്റെ മോളുടെ 58ാമത്തെ സാഹസിക ദൗത്യമാണിത്. അവള് ഞാൻ പറഞ്ഞ പല ദിവസങ്ങളിലും പലരെ രക്ഷിക്കാറുണ്ട്. പിന്നെ
എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് എല്ലാവിധ ഇത് കളരി അറിയാം, കരാട്ടെ അറിയാം, കുൻഫു അറിയാം, ജൂഡോ അറിയാം, ജാഡോ എല്ലാം അറിയാം. അതറിയാലേ, അതൊക്കെ അറിയാം. അപ്പൊ ഇനി മോളൊന്ന് പറഞ്ഞോട്ടെ, മോക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അവര് സാഹസികമല്ല, മോൾ ഇന്ന് ചെയ്തതിനെ പറ്റി ഡാഡി പറയണത് തന്നെയാണ് മോൾക്ക് പറയാനുള്ളത്. അല്ല സാർ, മോളൊന്ന് പറഞ്ഞോട്ടെ. ഡാഡി പറഞ്ഞവരൊന്നുമല്ല. അല്ല, ഞാനാണെങ്കിൽ രാവിലെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു ബസ് കിട്ടാൻ. അപ്പൊ ബസ് ലേറ്റ് ആയിരുന്നേ. അപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ആൻറ്റി നടന്നു പോയപ്പോഴത്തേക്കും ദൂരെ നിന്ന് 2 ചേട്ടന്മാര് ബൈക്കിൽ ഭയങ്കര ഫാസ്റ്റിൽ വരുമായിരുന്നു. ഫാസ്റ്റിൽ വന്ന് ഈ ആന്റിയുടെ അടുത്ത് എത്തിയിട്ട് ആന്റിയുടെ മാല വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആന്റി തള്ളിയിട്ടു. ആന്റി ഭയങ്കര കരച്ചിലായിരുന്നു. നോക്കിയിരുന്ന ആൾക്കാരൊക്കെ ചുമ്മാ നോക്കിയെന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേടിയായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ എത്തിയേ. അപ്പം ഞാൻ ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറ് എടുത്തേ. അപ്പോൾ ബൈക്ക് ഓട്ടിച്ചിരുന്ന ആളുടെ തലയൊക്കെ ഉണ്ട്. അപ്പോൾ ബാലൻസ് ആയിട്ട് വീണ് പിന്നെ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ ഞാനാ പോയി വിളിച്ച് കൊണ്ടുവന്ന്. പക്ഷെ എല്ലാവർക്കും വലിയ സന്തോഷമായി മോളുടെ മെഡിക്കലിനെ കുറിച്ച്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞതിലുള്ള ഒരു ചെറിയ പ്രശ്നം, എൻ്റെ മോളുടെ 57ാമത്തെ ദൗത്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 58ാമത്തെയാണ് ഇതിപ്പോൾ ഇന്ന് നടന്ന സംഭവം. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ ഇങ്ങനെ അടച്ച് വീട്ടിലിരുത്തി അമുൽ ബേബികളാക്കി കുറേ രക്ഷകർത്താക്കളുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവർ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. അങ്ങനെ വളർത്തരുത്. കുട്ടികളെ ഇങ്ങനെ വളർത്തണം. ഇപ്പോൾ വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പതറിപ്പോയനെ. എൻ്റെ മോളായതുകൊണ്ട് പതറിയില്ല നല്ല ഇതായിട്ട്. ഇന്ന് കാലത്ത് തന്നെ ഒരു സംഭവം കേൾക്കണോ, അവൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകണം, പഠിക്കാനുള്ള ടൂറ്. അപ്പോൾ അതിന് പോകാനായിട്ട് അവൾക്ക് താല്പര്യം. അങ്ങനെ ഡാഡി വേണോ, ഞാൻ പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോള് പോകണം. നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു മോൾ ഇതൊക്കെ പോയി പഠിക്കണം. എൻ്റെ മോള് ലോകം അറിയണം, ലോകത്തെക്കുറിച്ച് നല്ലപോലെ അറിയണം. അതാണ് എൻ്റെ മോൾ. അത് 8 ഗുണം 10 ഗുണം. ശരി, എന്തായാലും വളരെ സന്തോഷം. മോൾക്ക് ഇനിയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇതേപോലെ ഒരുപാട് അക്ഷയമാർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അമൃത ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സിൻലാലിനോടൊപ്പം ലക്ഷ്മി. ശരി, കൺഗ്രാറ്റ്സ് മോളെ. ഡാഡിയുടെ മോളല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇതിനാണ് ഈ പഴയ ആൾക്കാർ പറയുന്നത്, വഴി കിടക്കണ തേങ്ങ എടുത്ത് ഗണപതി കടിക്കുക എന്ന്. Versus Alien.